ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് MScയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്കിന്ന് എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരാൻ പോകുന്നത്, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കണ്ടിന്യൂവേഷൻ എന്താണ്, നമുക്കതിൽ ബേസിക്കായിട്ടുള്ള ലോസ്, ബേസിക്കായിട്ടുള്ള ഇക്വേഷൻസ്, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഡിസ്കസ് ചെയ്യലാണ് ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് ക്ലാസിക്കൽ മെക്കാനിക്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അതിൽ വരുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്താണ്, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, വിർച്വൽ വർക്ക് എന്താണ്, ജനറലൈസ്ഡ് വെലോസിറ്റി എന്താണ്, ജനറലൈസ്ഡ് ഫോഴ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു വിർച്വൽ വർക്കിനെ പറ്റിയൊക്കെ പറഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഫേമസ് ഡി ആലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സായിട്ട് കണക്ട് ചെയ്ത്, അപ്ലൈഡ് ഫോഴ്സായിട്ട് കണക്ട് ചെയ്ത് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിരുന്നു. സിഗ്മ i = Fi - Pi ഡോട്ട് ഡെൽറ്റ Ri = 0. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ, ആ സിസ്റ്റത്തിൽ n പാർട്ടിക്കിൾസ് ഉള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം, ക്യാപിറ്റൽ N പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ അപ്ലൈഡ് ഫോഴ്സുകൾ, ആ അപ്ലൈഡ് ഫോഴ്സിൽ ഞാൻ സൂപ്പർ സ്ക്രിപ്റ്റ് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Fi എന്ന് പറഞ്ഞ ith പാർട്ടിക്കിളിൽ ഫീൽ ചെയ്യുന്ന ഫോഴ്സ്, ആ ഇതിൽ വരുന്ന Pi എന്ന് പറയുന്ന വാട്ട് ഈസ് Pi, ith പാർട്ടിക്കിളിൽ വരുന്ന മൊമെൻറ്റം, ആ മൊമെൻറ്റത്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന Pi ഡോട്ട് ഡെൽറ്റ Ri = 0. ഇതാണ് നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്ത് ആ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ദ ഫേമസ് ഡി ആലംബേഴ്സ് പ്രിൻസിപ്പിൾ. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഒരു അലംബ് പ്രിൻസിപ്പിളാണെന്ന്. കാരണം എഫും Pi ഡോട്ടും രണ്ട് സെയിമാണ്. നമ്മൾ ന്യൂട്ടൻ്റെ ലോയിൽ പഠിച്ചിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ദ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് തമ്മിലുള്ളത് ഈ വിധത്തിലാണ്. പക്ഷെ അതിന് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്ന, അതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ദ ഫേമസ് ലെഗ്രാഞ്ചസ് ഇക്വേഷൻ. ആ ലെഗ്രാഞ്ചസ് ഇക്വേഷനാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാൻ പോകുന്നത്, പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ R എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൽ വരുന്ന പാർട്ടിക്കിൾസിൽ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ദർ ആർ n പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ് സിസ്റ്റം. ആ n പാർട്ടിക്കിൾസ് ഉള്ള ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസുകളോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമോ, വി സ്വിച്ച് ഓവർ ഇൻ ടു ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് Q എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ Q എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Q1, Q2 എക്സെട്ര നമുക്ക് n വരെ ഉണ്ടായിക്കോളും നിർബന്ധമില്ല. കാരണം അതിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനനുസരിച്ച് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. n ഈസ് n - k എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വേർ k ഈസ് ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ Ri ഈസ് എ ഫങ്ഷൻ ഓഫ് Qj. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ Ri ഈസ് എ ഫങ്ഷൻ ഓഫ് Qj and T എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇഫ് യു കൺസിഡർ ദ വേരിയേഷൻ ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, യു ക്യാൻ എക്സ്പാൻഡ് ദ വേരിയേഷൻ. ഡെൽറ്റ Ri ഈസ് ഡോ Ri ബൈ ഡോ Q1 ഇൻറ്റു ഡെൽറ്റ Q1 പ്ലസ് ഡോ Ri ബൈ ഡോ Q2 ഇൻറ്റു ഡെൽറ്റ Q2. ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ J ടേംസിൻ്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഞാൻ ഷോർട്ട് ഫോമായിട്ട് എഴുതി സിഗ്മ J ഡോ Ri ബൈ ഡോ Qj ഇൻറ്റു ഡെൽറ്റ Qj. മോർ ഓവർ we have studied Fi dot delta Ri. You can convert into this Fi into dou Ri by dou Qj into delta Qj, or this we have studied the generalized force Qj. Generalized force. In terms of the generalized force, you can modify the term. ആ മോഡിഫിക്കേഷൻ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ Fi ഡോട്ട് ഡെൽറ്റ Ri എന്ന് പറയുന്ന ഈ ഇക്വേഷനിലെ ഫസ്റ്റ് ടേം, ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ടേം Fi ഡോട്ട് ഡെൽറ്റ Ri ആണ്. ആ ടേമിന് പകരം നമുക്ക് ഇവിടെ I മാറ്റി ജെയുടെ ഫോമിലേക്ക് കൊണ്ടുവന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ J മീൻസ് 1, 2, 3 എക്സെട്ര എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടോ അതിൻ്റെ എണ്ണം. ഐയും ജെയും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയുണ്ടോ അതിനനുസരിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഐയും ജെയും ഈക്വൽ ആയിക്കോളും, നിർബന്ധമൊന്നുമില്ല, വ്യത്യാസങ്ങൾ വരാം. ജനറൽ കൺസ്ട്രെയിൻസ് ഒന്നുമില്ലെങ്കിൽ രണ്ട് സെയിം ആയിരിക്കും വരിക. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ഇതിൽ രണ്ടാമത്തെ ടേമിന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാലോ. Pi ഡോട്ട് ഡെൽറ്റ Ri. Pi ഡോട്ട് എന്ന് പറയുന്നത് d/dt ഓഫ് ദിസ്.
എന്തിൻ്റെ പി ഐ ഈസ് ദ മാസ് ഇൻറ്റു വെലോസിറ്റി ദ ജനറലൈസ്ഡ് മൊമെൻറ്റം. എം ഐ ഇൻറ്റു ആർ ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയാക്കാം? എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽറ്റ ക്യു ജെ. ഇങ്ങനൊരു ടേം ആക്കിയിട്ട് കുറച്ച് മാനിപ്പുലേഷൻസ് ചെയ്യാനുള്ള സൂത്രപ്പണിയിൽ നമ്മൾ ചെയ്താൽ ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് അബൌട്ട് ദിസ് ടേം ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻഷിയേഷൻ ഞാൻ കൊടുക്കുകയാണ്. എന്ത് ഡിഫറൻഷിയേഷൻ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എം ഐ ഇൻറ്റു, ഞാൻ ഈ ഡെക്കറേഷനൊക്കെ ഒഴിവാക്കണം കേട്ടോ, സിഗ്മ ജെ എന്നൊക്കെ പറയുന്ന ഡെക്കറേഷൻസ് മാറ്റി നിർത്തി, അധികം നമുക്ക് വേണ്ട. കാരണം വെറുതെ നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഐയും ജെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ സമ്മേഷൻ സീരീസ്. അപ്പോൾ ഐനെ ബേസ് ചെയ്തായാലും ജെനെ ബേസ് ചെയ്താലും നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഏതിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എം ഐ ഇൻറ്റു ആർ ഐ ഡബിൾ ഡോട്ട് ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ. ദെൻ ദ നെക്സ്റ്റ് ടേം എം ഐ ആർ ഐ ഡോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാം. എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കൊണ്ടുവന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻസാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ച് മാനിപ്പുലേഷൻസ് നമ്മുടെ നോട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വെറും മാത്തമാറ്റിക്സ് ആണ്, പ്യുവർ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ടു ദ ഗ്രാജുവേഷൻ ലെവൽ. അപ്പോൾ ആ ബി എസ് സി ലെവലിലുള്ള ആ ഡെറിവേഷൻ പാർട്ടുകൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത ടേമിലേക്ക് മാറ്റുകയാണ്. ഈ ടേമിനെ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്നത് ജെ ഐ മാറ്റി ജെ ആക്കി കേട്ടോ. ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യു ജെ. ഓഫ് കോഴ്സ് ഇവിടെയും സിഗ്മ ജെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് മാറ്റാം. ഏത് ടേമിന്? ഇതിലെ സെക്കൻഡ് ടേമിന് ഞാൻ ഇതുപോലെ മോഡിഫൈ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾ ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് ഒഴിവാക്കി ഇതിന് ഒന്ന് മോഡിഫൈ ചെയ്യലാണ്. എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതി അതിന് അത്യാവശ്യം സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നടത്തിയാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ആ ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്ന ഡി ആലംബേഴ്സ് പ്രിൻസിപ്പിളിൽ രണ്ട് ടേമിനെയും ഞാൻ ഇങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്തു. ഒന്ന് ഇത്, ഒന്ന് ഇത്. ഇത് രണ്ടും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാലോ, സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് സിഗ്മ ജെ ഡോ ടി ബൈ ഡോ ക്യു ജെ എന്താ പറഞ്ഞത്? ഇൻറ്റു ഡെൽറ്റ ക്യു ജെ ഉണ്ട് കേട്ടോ, അത് ഇവിടെ ഇത് വരുന്നതാണ്. ഇൻറ്റു ഡെൽറ്റ ക്യു ജെ, ഹിയർ ഓൾസോ ഇൻറ്റു ഡെൽറ്റ ക്യു ജെ. അപ്പോൾ മൈനസ് സിഗ്മ ജെ ക്യു ജെ ഇൻറ്റു ഡെൽറ്റ ക്യു ജെ ഈക്വൽ ടു 0. യെസ്, ഇതിനെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മാറ്റി ആ ഡെൽറ്റ ക്യു ജെ ഇവിടേക്കുള്ളതാണ്. ഡെൽറ്റ ക്യു ജെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ സിഗ്മ ജെ ഡോ ടി ബൈ ഡോ ക്യു ജെ മൈനസ് ക്യു ജെ ഇൻറ്റു ഡെൽറ്റ ക്യു ജെ ഈക്വൽ ടു 0. എന്താ അതിൻ്റെ മീനിങ്? ഇതൊരു രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റാണ്. ആ രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റിൽ ഡെൽറ്റ ക്യു ജെ എന്ന് പറയുന്നത് ആ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൽ വരുന്ന വേരിയേഷനാണ്. വേരിയേഷനെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതില്ലല്ലോ. അപ്പോൾ ഈ ടേം 0, ഇത് ഒരിക്കലും 0 ആവില്ല. ഇത് 0 അല്ലെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് 0 ആയേ പറ്റൂ. കാരണം സ്ക്വയർ ബ്രാക്കറ്റിൽ വരുന്ന എ ഇൻറ്റു ബി ഈക്വൽ ടു 0 മീൻസ് ഐദർ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 ഓർ ബോത്ത് ആർ 0s. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് 0, ആ സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്? ഇൻ ടേംസ് ഓഫ് ദി കൈനറ്റിക് എനർജി. ബൈ ദ വേ, ക്യാപിറ്റൽ ടി മീൻസ് ദ കൈനറ്റിക് എനർജി. അപ്പോൾ സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഈക്വൽ ടു ക്യു ജെ. ഞാൻ ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നതാണ് ഈക്വൽ ടു ക്യു ജെ.
ഇത് ജനറലൈസ് ചെയ്ത് നമുക്ക് റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. ദിസ് ടേം ഈസ് or this is an equation. This equation is applicable for all the systems, for both the conservative and non-conservative systems. ഇതിലെല്ലാത്തിലും നമുക്ക് ഇതിന് വാലിഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. കൺസർവേറ്റീവ് ഫോഴ്സ് ആയാലും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയാലും നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് അടിയിൽ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ജനറലൈസ്ഡ് ഫോഴ്സിനെ നമുക്ക് ഈ ഫോമിൽ ഇൻ ടേംസ് ഓഫ് ദി കൈനറ്റിക് എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. സിഗ്മ ജെ d by dt of dot t by dot qj dot minus dot t by dot qj equal to 0. യെസ്, ഞാനിത് കൺസർവേറ്റീവ് കേസിലേക്കൊന്ന് മാറ്റാണ്. അതൊരു കൺസർവേറ്റീവ് സിസ്റ്റം, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജി തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള കണക്ഷൻ നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ ഫോഴ്സ്. നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ ഫോഴ്സ്. ഇവിടെ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് മൈനസ് ഡോ വി ബൈ ഡോ ക്യു ജെ, because here the force is nothing but the generalized force qj, capital qj എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. പൊട്ടൻഷ്യൽ എനർജിയുടെ നൊട്ടേഷനോ ക്യാപിറ്റൽ വി. ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയുന്നു. പൊട്ടൻഷ്യൽ എനർജി വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്. വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിനെ, ഒരു കല്ലിനെ ഉയർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിന് വെലോസിറ്റി ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നില്ല. എന്തുമാത്രം നമ്മൾ വിയർപ്പ് ഒഴുക്കണം, എന്തുമാത്രം വർക്ക് ചെയ്യണം, ആ വർക്കാണ് അതിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെലോസിറ്റി. മൂവ് ചെയ്യുമ്പോൾ സ്വല്പം സ്പീഡൊക്കെ ഉണ്ടാവാം, പക്ഷേ സ്പീഡ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ദാറ്റ് മീൻസ് ദ ഫേമസ് തിയറി, ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെലോസിറ്റി. ഇനി അടുത്തതിൽ ഞാൻ പഠിപ്പിക്കും പൊട്ടൻഷ്യൽ എനർജി ചില സ്ഥലങ്ങളിലൊക്കെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വി ഹാവ് known that in case of the electromagnetic situation, the velocity dependent potentials, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. എനിവേ, ഫോർ ദ ടൈം ബീയിങ്, ലെറ്റ് ദ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെലോസിറ്റി, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവരാമല്ലോ. ഈ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെ മോഡിഫൈ ചെയ്യാം? സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് സിഗ്മ ജെ ഡോ ടി ബൈ ഡോ ക്യു ജെ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ക്യു ജെ. ഇവിടെ സിഗ്മ ഉണ്ട് കേട്ടോ. ഇതിന് ക്യു ജെക്ക് പകരം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താലോ, ഇതിലത്തെ സെക്കൻഡ് ടേമും റൈറ്റ് സൈഡിലുള്ള ടേമും കൂടി ഞാൻ കണക്ട് ചെയ്യുന്നു. എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് സിഗ്മ ജെ ഡോ ബൈ ഡോ ക്യു ജെ ഓഫ് ടി മൈനസ് വി ഈക്വൽ ടു 0. നോക്കൂ, മൈനസ് പ്രോപ്പറായിട്ട് ഞാൻ അതിൽ ഇൻസെർട്ട് ചെയ്തു. മൈനസ് ഇവിടെ വന്ന് പ്ലസ് ആയി, മൈനസ് കോമൺ ആക്കി വന്നു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. ആ ഇക്വേഷനിൽ ഞാൻ ചെറിയൊരു കള്ളത്തരം കാട്ടുകയാണ്. എന്താ കള്ളത്തരം എന്നറിയോ? സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി മൈനസ് വി ബൈ ഡോ ക്യു ജെ ഡോട്ട്. ഈ ടേമിനെ ഇങ്ങനെയൊന്ന് മോഡിഫൈ ചെയ്യുന്നു. ദ ഫസ്റ്റ് ടേം ഈസ് മോഡിഫൈഡ് ലൈക്ക് ദിസ്. നോ ചേഞ്ച് ഫോർ ദ സെക്കൻഡ് ടേം. ടി മൈനസ് വി ഈക്വൽ ടു 0. ഇവിടെ ഞാനൊരു ടേം കൊടുത്തതിൻ്റെ മുൻകൂർ ജാമ്യമാണ് ഞാൻ എടുത്തത്. ഇത് 0 ആണെന്നാ. ടി എന്ന് പറയുന്ന സ്ഥലത്ത് ടി മൈനസ് 0 എന്ന് എഴുതിയിട്ട് ആർക്കാ നഷ്ടം? ഞാനത് ടി മൈനസ് 0 എന്ന് എഴുതി. ബട്ട് 0ക്ക് പകരം ഇതാണ്. ബിക്കോസ് we know, we have studied that the velocity, potential energy is independent of the velocity. That means dou v by dou q j dot equal to 0. Then
ഒരു സീറോ ഇൻസെർട്ട് ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് ജസ്റ്റ് സീറോ ഇൻസെർട്ട് ചെയ്യുന്ന പോലെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്താൽ യു ക്യാൻ സേ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ദിസ് ടി മൈനസ് വി. വാട്ട് ഈസ് ടി മൈനസ് വി? ടി കൈനറ്റിക് എനർജി, വി പൊട്ടൻഷ്യൽ എനർജി. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇദ്ദേഹം പണ്ട് വിളിച്ചത് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. ഏത്? ലഗ്രാഞ്ച് എന്ന് പറയുന്ന ഇതിൽ എൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ബേസ് ഓഫ് ദിസ്, ദ ബേസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ദ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ. ഓർ ഹി മെൻഷൻ ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി നോൺ ആസ് ദ ലഗ്രാഞ്ചിയൻ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ത് കിട്ടി? ഈ പേരൊന്ന് മാറ്റി. സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഈക്വൽ ടു 0. ഇവിടെയും സിഗ്മ ജെ കൊടുക്കുക. ഞാൻ ഡെക്കറേഷൻ ഒഴിവാക്കുന്നില്ല, ഇങ്ങനെ തന്നെ എഴുതാണ്. ദിസ് ഇക്വേഷൻ, ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ, ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ, എൽ ഈക്വൽ ടു ടി മൈനസ് വി എന്നും എച്ച് ഈക്വൽ ടു ടി പ്ലസ് വി എന്നും പറഞ്ഞ ആ സ്ഥലത്ത് എല്ലിൻ്റെ ടേമിൽ ഒരു സിസ്റ്റത്തിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ കോർഡിനേറ്റ്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്രയായാലും അതിനെ ഞാൻ ക്യൂ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നു. സിഗ്മ ജെ ഈക്വൽ ടു 1 to n. എൻ എത്രയാണ് നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ മുകളിൽ എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു ഇക്വേഷൻ കൊണ്ടുവന്നാൽ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ലഗ്രാഞ്ചസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്പുകളാണ് ഞാൻ കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡി ആലംബേഴ്സ് പ്രിൻസിപ്പിൾ, എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. അതിൽ നിന്ന് നമ്മൾ ഡെഡ്യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇക്വേഷൻ. എന്താ ഒരിക്കലും മറക്കാൻ പറ്റാത്തതെന്ന് പറയാൻ കാരണം, ഇതുപയോഗിച്ച് നമുക്ക് എല്ലാ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എല്ലാ കേസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് ഉണ്ടാക്കി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് പഴയ കാലഘട്ടത്തെ ഇക്വേഷൻസ് ആയിക്കോട്ടെ, സിമ്പിൾ പെൻഡുലം ആയിക്കോട്ടെ, ഡബിൾ പെൻഡുലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഇക്വേഷൻസ്, ഏത് ടൈപ്പ് സിസ്റ്റം ആയാലും ആ സിസ്റ്റത്തിലെല്ലാം ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വി ക്യാൻ ഫോം എൻ ഇക്വേഷൻ. എങ്ങനെ? യു ഫൈൻഡ് ഔട്ട് എൽ മീൻസ് ടി മൈനസ് വി. ദാറ്റ് മീൻസ് you have to find out the kinetic energy related to that system. You have to find out the potential energy related to that system. Then you find out the difference T minus V. That is nothing but L. Then you find out, you derive in terms of the coordinates. ആ കോർഡിനേറ്റ് ഏതാണ് നമുക്കറിയണം. ഏത് കോർഡിനേറ്റ്സ് ആണ് അവിടെ വരുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്ര എണ്ണം ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ സിഗ്മയുടെ ആവശ്യമില്ല, ഒറ്റ ഇക്വേഷൻ. അപ്പോൾ ഇത് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി ജെ ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്താൽ അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് വേണോ, വെലോസിറ്റി വേണോ, ആക്സിലറേഷൻ വേണോ, ഫോഴ്സ് വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓർ ദാറ്റ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ദീസ് ലഗ്രാഞ്ചസ് ഇക്വേഷൻസ്. Therefore I dare say that this is the base of classical mechanics in the Legrange's equation. അത് ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക, മുൻകാലത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ചിന്ത വരും, നമുക്കൊരു പാരമ്പര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്ത വരും. മുകളിൽ നിന്ന് എവിടെ നിന്ന് ഈ കൺസെപ്റ്റിൽ നിന്ന് കൊണ്ടുവന്നു, അവിടെ നിന്ന് കൊണ്ടുവന്നത് ഡി ആലംബേഴ്സ് പ്രിൻസിപ്പിളിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഇക്വേഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, ദാറ്റ് മച്ച് അബൌട്ട് ദ ലഗ്രാഞ്ചസ് ഇക്വേഷൻസ്. നമുക്കതിന് 1-2 സാമ്പിൾ കേസുകൾ, ഇഷ്ടംപോലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഞാനതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇതായിട്ട് ബന്ധപ്പെട്ട് ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും ഡിപ്പെൻഡിങ് ഓൺ ദിസ് കൺസെപ്റ്റ്, ദ ബേസ് ഓഫ് ഇറ്റ്, ആ ബേസ് ഉപയോഗിച്ച് നമുക്ക്
ഏത് കേസിലും ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, പ്രൊവൈഡഡ് ദ കൺസ്ട്രെയിൻസ്, പ്രൊവൈഡഡ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ദ കൈനറ്റിക് എനർജി. ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ആൻഡ് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് വൺ. That will be, I dare say, that will be the equation of motion of that particular system. യെസ്, ഞാനൊരു സിമ്പിൾ കേസ് ഒന്ന് ഇതാക്കണം. സിമ്പിൾ കേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ടമാനം ഡീൽ ചെയ്യുന്ന മാക്രോ ലെവലിലോ അല്ലെങ്കിൽ മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കേസാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ. സിമ്പിൾ പെൻഡുലത്തിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ ഇഷ്ടം പോലെ പല സ്ഥലത്തും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കൊടുക്കുന്ന ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി കാണണം, അതിന് ബേസ് ചെയ്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇക്വേഷനാക്കാം. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. എന്താണ് സിമ്പിൾ പെൻഡുലം നമുക്ക് പറഞ്ഞാൽ അറിയാം. ഒരു ബോബ്, ഹെവി ബോബ് ഇന്നലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിൽ കെട്ടി തൂക്കിയിട്ട് ആട്ടി വിടുന്നു. ആടിക്കോട്ടെ, എക്സ് ഡയറക്ഷനും നോക്കി എടുക്കുന്നു. ഇതിൻ്റെ ലെങ്ത്ത് എല്ലാണെങ്കിൽ ആ എല്ലിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഞാൻ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എടുത്താൽ ഈ പാർട്ട് എൽ കോസ് തീറ്റയും ഇപ്പുറത്ത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഞാൻ ഇതുപോലെ ഒന്ന് കാണിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എൽ കോസ് തീറ്റയും ഇതായിട്ട് വെച്ചു. ബോബിൻ്റെ മാസ് ഞാൻ എം എന്നെടുക്കുന്നു. ഏതെങ്കിലും രണ്ട് പൊസിഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ പൊസിഷനെ ബേസ് ചെയ്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, എനിക്ക് ഇഷ്ടമുള്ളടത്ത് പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. ബിക്കോസ് ഞാനാണ് നിശ്ചയിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇതാണെന്ന്. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. തിങ്ക് അബൌട്ട് ദിസ്. ഈ പെൻഡുലത്തിൻ്റെ ആട്ടം, ആ ആട്ടം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്കറിയേണ്ടത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങനെ എക്സ് ഡയറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് ഡയറക്ഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് ഞാൻ എക്സ് എന്ന് എഴുതിയെന്ന് വിചാരിക്കൂ. കൈനറ്റിക് എനർജി എന്താ വരിക? ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ബി പൊസിഷനിലേക്ക് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. ആ ഡിസ്റ്റൻസ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എല്ലിൻ്റെയും തീറ്റയുടെയും ടേബിളാണ്. കാരണം തീറ്റ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. ദാറ്റ് വാല്യൂ ഈസ് എൽ സൈൻ തീറ്റ. എൽ സൈൻ തീറ്റയെ ഞാൻ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അത് മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സൈൻ തീറ്റ ഈസ് നോട്ട് തീറ്റ. ഇഫ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ റേഡിയൻസിൽ റെപ്രസെൻറ്റ് ചെയ്താലും തീറ്റ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് UG ലെവലിൽ പഠിച്ചിട്ടുണ്ട്. Because we have studied the expansion series. What is the expansion series of sin theta? Theta minus theta cube by 3 factorial theta raised to 5 by 5 factorial minus theta raised to 6 by 6 factorial. കുറേ കുത്ത് ഇത്രയും വലിയൊരു ടേമിന് ഞാനിങ്ങനെ തീറ്റയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്രോക്സിമേറ്റ് ചെയ്യുന്നുള്ള കാരണങ്ങൾ ഇത് സബ്ട്രാക്ട് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തീറ്റ റൈസ് ടു 7. ഓക്കെ, ഹയർ പവേഴ്സ് തീറ്റയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ ഹയർ പവേഴ്സ് വരുമ്പോൾ വീണ്ടും കുറയും. സ്ക്വയർ ചെയ്യുമ്പോൾ കുറയും, ക്യൂബ് ചെയ്യുമ്പോൾ കുറയും. ശരിയാണോ? ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്ത് 2ൻ്റെ സ്ക്വയർ എടുത്താൽ കൂടുതലല്ലേ ചെയ്യുന്നത്? 4. 2ൻ്റെ ക്യൂബ് എടുത്താൽ 8. എങ്ങനെ പോയിക്കൊണ്ടിരിക്കും? പക്ഷെ പവേഴ്സ് വരുമ്പോൾ ഹയർ പവേഴ്സ് ആർ ഡിക്രീസിങ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലാണ്. ഇഫ് ദ വാല്യൂ ഈസ് ലെസ് ദാൻ 1 ഓൺലി. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ദെൻ പവർ എടുക്കുമ്പോഴോ 0.5 വന്നു. 0.5ൻ്റെ സ്ക്വയർ ആയാൽ കുറഞ്ഞില്ലേ? 0.25 ആയി. അതിൻ്റെ ക്യൂബ് എടുത്താൽ പിന്നെയും പോയി 0.125 ആയി. വീണ്ടും കുറയുന്നു. ഇഫ് ദ
value is less than 1, higher powers will be in the decreasing order. ആ ഒരു ആശയം നമ്മളിവിടെ പറയാണ്. തീറ്റയുടെ വാല്യൂ കുറവാണ്, കുറവുള്ള കേസിലേ നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ സ്കൂൾ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഡെറിവേഷൻ്റെ ഇക്വേഷനിലൊക്കെ നമ്മൾ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഏത് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര വരെ ആകാമെന്നുള്ളൊരു ചിന്ത വേണ്ടേ. ഈ തീറ്റയും ഇതായിട്ട് വരുമ്പോൾ സൈൻ തീറ്റയും ഈക്വൽ വരുന്ന എവിടെയും വരെ. ഫോർ എക്സാമ്പിൾ തീറ്റയുടെ വാല്യൂ ഒരു 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കൂ. ആംപ്ലിറ്റ്യൂഡ് ഒരു 30 ഡിഗ്രി പോയി. 30 ഡിഗ്രി പോയാൽ നമുക്കറിയാം സൈൻ 30 ഈക്വൽ ടു 30 ഡിഗ്രിയിലെ സൈൻ ഫംഗ്ഷൻ ഹാഫ് 0.5. ആ വാല്യൂവിനെ ഞാൻ റേഡിയൻസിലേക്ക് മാറ്റിയാലോ, തീറ്റ ഈസ് ഹിയർ 30 ഡിഗ്രി, ദാറ്റ് ഈസ് പൈ ബൈ 180 into 30 or pi by 6. Pi by 6 is nothing but 3.14 by 6. It is approximately equal to 0.4. അപ്പോൾ തീറ്റയുടെ വാല്യൂ ഏതാണ്ട് ചെറിയ വാല്യൂസിനൊക്കെ ഒരു 30 ഡിഗ്രി വരെയൊക്കെ എത്തിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് വിട്ട് കൂടിയാൽ പണി പാളും. സൈൻ 45 നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/√2 0.707. പൈ ബൈ 4 വന്നാലോ, 45ൻ്റെ വാല്യൂ പൈ ബൈ 4 അല്ലേ, അത് 3.14/4. അപ്പോൾ എത്രയുണ്ട്, 0.78 ഒക്കെ അടുത്ത് വരും, 0.75 78 ഒക്കെ വരും. അപ്പോൾ നോക്കൂ, ഇത് രണ്ടാം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കയറി പോയി. അപ്പോൾ 45 ഡിഗ്രി ഒക്കെ ആയാൽ നമുക്കൊരു രക്ഷയില്ല. ഒരു 30 ഡിഗ്രി വരെയൊക്കെ 30, 32, 31 ഡിഗ്രിയൊക്കെ വരെ നമുക്ക് പറയാൻ പറ്റാതെ സ്മോൾ ആംപ്ലിറ്റ്യൂഡാണ്. 30 സ്മോള്, അതുവരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിനെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് എക്സ് ഈക്വൽ ടു എൽ തീറ്റ എന്ന് എഴുതിയാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്, നമ്മളെ സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ബെനിഫിറ്റ്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷന് നമുക്ക് എന്താ കൈനറ്റിക് എനർജി, ദിസ് ഹാഫ് എം എൽ തീറ്റ ഡോട്ട് സ്ക്വയർ. എൽ ഡോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ, എൽ സ്ക്വയർ കേട്ടോ. എൽ തീറ്റ ഡോട്ട് എൽ തീറ്റ എക്സ് ഡോട്ടിന് പകരം നമുക്ക് എന്തെഴുതാം, എക്സ് ഡോട്ട് ഈസ് ദിസ്. അപ്പോൾ രണ്ടാക്കി എടുക്കുകയാണെങ്കിൽ എൽ തീറ്റ ഡോട്ട് എന്ന് മാത്രം എടുത്തു വെച്ചാൽ മതി. ഓക്കെ, കാരണം എല്ലിൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡോട്ട് തീറ്റ ഇൻറ്റു എൽ തീറ്റ ഡോട്ട് എന്ന് വരും. എൽ ഡോട്ട് പോയി, കാരണം എന്താ, എല്ലിൻ്റെ ഡെറിവേറ്റീവ് ഇല്ല, എൽ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടിയുടെ വാല്യൂവേ, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂവോ, പൊട്ടൻഷ്യൽ എനർജി എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രൗണ്ട് പോയിന്റിനാണ് പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുത്തത്. ഇവിടെ എടുക്കാം, എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാൻ, ഇറ്റ് ഈസ് മൈ ഫ്രീഡം. ഞാൻ ഇവിടെ എടുത്തു പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും വരെ ഉള്ളതെന്ന് ഇത് മൈനസ് ചെയ്യുന്നു, MgL മൈനസ് അല്ലേ, ടോട്ടൽ മുകളിൽ എത്തിയിരുന്നെങ്കിൽ MgL, ഇതിൽ നിന്ന് ഇത്രയും കുറഞ്ഞാൽ MgL cos theta or MgL into 1 minus cos theta. This is the potential energy. Therefore, നമ്മുടെ ബഹുമാനപ്പെട്ട ലഗ്രാഞ്ചിയനിലേക്ക് എത്തിയാൽ, വാട്ട് ഈസ് ലഗ്രാഞ്ചിയൻ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ്. L equal to T minus V. Mg half M into L square into theta dot square minus MgL into 1 minus cos theta. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ d/dt ഓഫ് Legrange equation del by dou qj dot. Here the generalized coordinate, we treat the theta as the generalized coordinate. Only one generalized coordinate. സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിലും 3 ആണെങ്കിലും കൺസ്ട്രെയിൻസ് 2 ഉണ്ട്. എന്താ 2 കൺസ്ട്രെയിൻസ്? ഒന്ന് z equal to 0, 2 അല്ലേ, സിമ്പിൾ പെൻഡുലത്തിലെ കൺസ്ട്രെയിൻസ് നമ്മൾ പഠിച്ചിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. നീളം വെക്കാൻ പാടില്ലേ. ഈ പ്ലെയിന് വെച്ച് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഡയമെൻഷനല്ല, ഒരു 2 ഡയമെൻഷനൽ ഓസിലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 0, 1 കൺസ്ട്രെയിൻറ്റ്, ഇക്വേഷൻ ഓഫ് കൺസ്ട്രെയിൻറ്റ്. ഇവിടെ നീളം വെച്ചാൽ പണിപാളി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ there are 2 constraints. Therefore, the degree of freedom is reduced to 1, 3 minus 2. Therefore, only one generalized coordinate is needed.
ആ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഞാൻ എടുത്തത് തീറ്റ എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഡോയൽ ബൈ ഡോ തീറ്റയും ഡോയൽ ബൈ ഡോ തീറ്റ ഡോട്ടാണ്. ഡോയൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ത് വരും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു 2 തീറ്റ ഡോട്ട് ഓർ എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് അല്ലേ? ഇത് മാത്രമേ അതിന് വരുന്നുള്ളൂ, ഇതിന് 0 ആയിട്ട് വരും. അടുത്ത് നോക്കിയാലോ, ഡോയൽ ബൈ ഡോ തീറ്റ എന്ത് വന്നു? ഈ ടേം ഇൻഡിപെൻഡൻറ്റ് ഇവിടെ വരുമ്പോൾ എം ജി എൽ ഇൻറ്റു ദിസ് എം ജി എൽ ഇൻറ്റു കോസ് തീറ്റ, അപ്പോൾ മൈനസ് വന്നു അല്ലേ? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, അപ്പോൾ മൈനസ് എം ജി എൽ സൈൻ തീറ്റ. മൈനസുകൾ ആദ്യത്തെ മൈനസുകൾ ക്യാൻസലായി, പക്ഷേ സൈൻ തീറ്റേനെ കോസ് തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ സൈൻ തീറ്റ കിട്ടി, മൈനസ് സൈൻ തീറ്റ കിട്ടി. ദെയർഫോർ ഇറ്റ് ഈസ് എഗെയിൻ മൈനസ്. അപ്പോൾ നമ്മുടെ ലഗ്രാഞ്ചിയനിലേക്ക് കൊടുക്കാം. ഡോയൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോയൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഹിയർ because only one generalized coordinate we take it as theta. Therefore ഇത് പ്ലൂറലായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഓൺലി വൺ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ആ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ തീറ്റ ഡോട്ട് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് മൈനസ് ഡോയൽ ബൈ ഡോ തീറ്റ മൈനസ് ഈ മൈനസ് ക്യാൻസൽഡായി എം ജി എൽ സൈൻ തീറ്റ ഈക്വൽ ടു 0. വീണ്ടും സൈൻ തീറ്റ വന്നല്ലോ, നമുക്കത് വീണ്ടും റെഡ്യൂസ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ട് സൈൻ തീറ്റ ഈസ് തീറ്റ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ്. ഫോർ ഇഫ് തീറ്റ ഈസ് വെരി വെരി സ്മോൾ സൈൻ തീറ്റ ഈസ് ദിസ്. അപ്പോൾ നമുക്ക് മാറ്റാം. ഡി ബൈ ഡി ടി ഓഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് പ്ലസ് എം ജി എൽ തീറ്റ ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ തീറ്റ ഈക്വൽ ടു 0. എം ഒരെണ്ണം പോയി എൽ ഒരെണ്ണം പോയി, ബാക്കി എത്രയുണ്ട്? ഒരു എല്ല് ഇവിടെ, ഒരു എല്ല് വേണ്ടേ, പ്ലസ് ജി തീറ്റ ഈക്വൽ ടു 0 ഓർ തീറ്റ ഡോട്ട് പ്ലസ് ജി ബൈ എൽ തീറ്റ ഈക്വൽ ടു 0. എന്താണ് ആ ഇക്വേഷൻ? ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ ഈക്വൽ ടു 0. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ പീരീഡ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ടി ഈക്വൽ ടു ദിസ്. ഏത്? ഇതിനെ നമുക്ക് ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ ഓർ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ, ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ദെയർഫോർ അപ്പോൾ ഇക്വേഷൻ ഇവിടെ കിട്ടി. ഇത് അല്ലെങ്കിൽ ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ കാര്യം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും കൂടി നമ്മൾ അറിവുള്ളവരായതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു കാര്യം കൂടി പറയും. വി ക്യാൻ ഡെഡ്യൂസ് ദി ആംഗുലർ വെലോസിറ്റി ഓർ വി ക്യാൻ ഡെഡ്യൂസ് ദ പീരിയഡ് ഓഫ് ദിസ് ഓസിലേഷൻ. ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ ഓർ 2π ഇൻറ്റു റൂട്ട് ഓഫ് ജി എൽ ബൈ ജി ഇല്ലേ, റൂട്ട് ബൈ ദിസ്. ഓർ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. എവിടെ നിന്ന് കിട്ടി? ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നിന്ന് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയും അതിൻ്റെ പീരീഡ് പഠിക്കുകയും ചെയ്തു. പീരീഡ് നമ്മൾ അന്ധകാലത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് പറഞ്ഞു. വേർ എൽ ഈസ് ദ ലെങ്ത്, ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ +2 ലെവലിൽ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ പീരീഡിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണത്. ടി ഈക്വൽ ടു ദിസ് ഓർ ടി സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി എന്ന് പറഞ്ഞ് നമ്മൾ ഇത് എടുക്കുന്നു. ഓർ ജി ഈക്വൽ ടു ടി സ്ക്വയർ എൽ ബൈ ടി സ്ക്വയർ, ജി ഈക്വൽ ടു 4π എന്താ പറയുക 1/4π സ്ക്വയർ അല്ലേ, 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ടി സ്ക്വയർ എന്ന് എഴുതി അതിനെ സിംപ്ലിഫൈ ചെയ്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മളുടെ സ്ഥലത്ത് ലാഭിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഐസക് ന്യൂട്ടൺ പറഞ്ഞ 9.8 ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ആ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഐസക് ന്യൂട്ടനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഈ ഇക്വേഷൻ്റെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചിന്തിച്ചിരുന്നോ? എവിടെ നിന്നാണ് ഈ ഇക്വേഷൻ വന്നത്?
ഇതിൻ്റെ ഒറിജിൻ t = 2π × L/g എന്ന് പറഞ്ഞ ഇക്വേഷൻ യു ക്യാൻ ഡിറൈവ് ഫ്രം ദിസ് കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. കൺസെപ്റ്റിൻ്റെ ചെറിയൊരു പോരായ്മ നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കേണ്ടത്, ഇത് എക്സാക്റ്റ് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കാൽക്കുലേഷനിലൊക്കെ ചെറിയ അപ്രോക്സിമേഷൻസ് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ പിഴ. കാരണം അത് തെറ്റാണ്. സൈൻ തീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു തീറ്റ, എസ്പെഷ്യലി ഫോർ ഹയർ ആംപ്ലിറ്റ്യൂഡ്സ്. ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ് ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സിമ്പിൾ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് ദ ബേസ് ഓഫ് ദിസ്. അപ്പോൾ ഒരു സിമ്പിൾ കേസിൽ നിന്ന് നമ്മൾ കൊണ്ടുവരാണ്. ഇഷ്ടംപോലെ നമുക്ക് കേസുകൾ, സിമ്പിൾ പെൻഡുലം ആയിക്കോട്ടെ, ഡബിൾ പെൻഡുലം ആയിക്കോട്ടെ, കോമ്പൗണ്ട് പെൻഡുലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് സിസ്റ്റംസ് ആയിക്കോട്ടെ, അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഈ ഫോർമുലയാണ്. ഏത്? ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ ചിന്തിച്ച് നമ്മൾ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ അതേ ടൈപ്പ് ഒരു പ്രോബ്ലം കൂടി, ഒരു എക്സാമ്പിൾ കൂടി ഞാൻ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് കാണാം. അപ്പോൾ ഒരു സിമ്പിൾ കേസ് നമ്മൾ കൊണ്ടുവന്നേ. ഓക്കെ, നെക്സ്റ്റ് ഇതേ ടൈപ്പിൽ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു കേസാണ് അറ്റൂഡ്സ് മെഷീൻ. അറ്റൂഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അറ്റൂഡ്സ് മെഷീൻ എന്ന് പറഞ്ഞ വലിയൊരു മെഷീനായിട്ട്, ലോകപ്രശസ്തമായിട്ടുള്ളൊരു മെഷീനെ പറ്റിയൊക്കെ ഇതുണ്ടാവും. പക്ഷെ മെഷീൻ എന്താണെന്ന് ചോദിച്ചാൽ അത് അത്രയ്ക്ക് വലിയ ആനക്കാര്യമൊന്നുമല്ല. കാരണം അദ്ദേഹം ഒരു 2 മാസങ്ങളെടുത്ത് ഒരു ചരടുമ്മ കെട്ടി തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിച്ചു. ഞാൻ ആ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാവും. പക്ഷേ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിട്ട് വിളിച്ച ഒരു മെഷീൻ, ഒരു പുള്ളി, ഒരു കപ്പീമോ 2 മാസുകൾ ഇടണം. M1 M2 കിടക്കട്ടെ, 2 മാസം, വ്യത്യസ്ത മാസുകൾ. ഇതൊരു പുള്ളി, ആ പുള്ളിയുമ്പോൾ നമുക്കൊരു L ലെങ്ത്തുള്ള ഒരു സ്ട്രിങ് നീളം വയ്ക്കണില്ല. നീളം വയ്ക്കാത്ത 2 ഇതും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്ന് പറയുമ്പോൾ ഇത് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വരെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. 2 വ്യത്യസ്ത മാസമാകുമ്പോൾ ഒരെണ്ണം ഈ അറ്റത്ത് വന്നതാണ് M2 ഗ്രേറ്റർ ആണെങ്കിൽ ഈ മാസം അങ്ങോട്ട് പോയി അവിടെ നിൽക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ മാസത്തിന് വീണ്ടും അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ബലം പ്രയോഗിച്ച് പൊക്കി കൊണ്ടുവന്നിട്ട് പതുക്കിനെ കൈ വിടും. അത് താഴേക്ക് എത്തും, ഇത് വീണ്ടും എത്തും. അതിങ്ങനൊരു ഭ്രാന്ത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അയാൾ ഫേമസായി. ഈ ഒറ്റ ഭ്രാന്ത് കൊണ്ട് അയാൾ ഫേമസായി എന്ന് പറയുന്നതിൻ്റെ സീരിയസ് ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? അദ്ദേഹം തട്ടിക്കളിക്കുക എന്ന് പറഞ്ഞാൽ ആ തട്ടിക്കളിക്കുന്ന കാര്യത്തിൽ നിന്നാണ് എർത്തിൻ്റെ ഗുരുത്വാകർഷണം, അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ച, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത് ഹിസ്റ്റോറിക് experiment, the first experiment in the history of world, in the history of science. ജിയുടെ വാല്യൂ കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെൻ്റാണ്. ആ കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നമുക്കത് നോക്കിയെടുക്കാം. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല S = UT + ½ AT² ഉപയോഗിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര സമയം കൊണ്ടാണ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നോക്കിയാൽ A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി GT² ഉപയോഗിച്ച് S = ½ GT² ഇത് 0 ആണെങ്കിൽ അതിൻ്റെ തിയറിയൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇത് അപ്ലൈ ചെയ്യാൻ മെനക്കെട്ടു. ആ തിയറി ഉപയോഗിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോക്കി, ഈ സാധനം കൊണ്ടുപോയി പ്ലെയിനിൽ കയറി അടുത്ത കോണ്ടിനെൻറ്റിൽ പോയി, അവിടെ റഷ്യ യുക്രൈനും വിട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ വെച്ച് ഈ ജിയുടെ വാല്യൂ ആൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് കണ്ട മെത്തേഡാണ് ഇങ്ങനെ 2 മാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അതിൽ നിന്ന് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഓഫ് അറ്റൂഡ്സ് മെഷീൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ലഗ്രാഞ്ച് ആയാലും ഹാമിൽട്ടോണിയൻ ആയാലും അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുകയാണ്. നമുക്ക് അതൊന്ന് നോക്കാം. ഈ കേസിൽ ഹൗ വി ക്യാൻ അപ്ലൈ ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, ഹൗ വി ക്യാൻ ജനറേറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ, ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി മൊമെൻറ്റ്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി മൊമെൻറ്റ്, ഇതൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പഴയ മെത്തേഡ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. എന്ത് മെത്തേഡ്? ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ L കണ്ടുപിടിക്കുന്നു,
എൽ കണ്ടുപിടിക്കുന്നത് എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു, dl/dt കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ dl/dθ കണ്ടുപിടിക്കുന്നു. എന്താണോ നമുക്ക് അവിടെ ആവശ്യം അതെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഞാൻ എക്സ് കോർഡിനേറ്റ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഡയറക്ഷനിൽ എക്സ് കോർഡിനേറ്റ് വയ്യോ സെറ്റ് എന്തായാലും കുഴപ്പമൊന്നുമില്ല, എക്സ് കോർഡിനേറ്റ് ഞാൻ ഉപയോഗിക്കുകയാണ്. യെസ്, എക്സ് കോർഡിനേറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അറ്റ് എനി മൊമെൻറ്റ് ലെറ്റ് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ആക്സിസിൽ നിന്ന് ഇവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് വിചാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഞാൻ ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെയും കൈനറ്റിക് എനർജി ഓരോന്നിൻ്റെ എന്ന് പറഞ്ഞാൽ 2 മാസുകളും വ്യത്യസ്തമാണ്, M1 M2. അപ്പോൾ ഒന്നാമത്തേൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് VM1 എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ അല്ല എക്സ് ഡോട്ട് സ്ക്വയർ, വെലോസിറ്റിയുടെ സ്ക്വയർ. രണ്ടാമത്തേൻ്റെ ആണെങ്കിലോ രണ്ടാമത്തേൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു അല്ലെങ്കിൽ ഹാഫ് M2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്ര വരും, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് L ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ബാക്കിയുള്ള L-x ഉണ്ടാവില്ലേ, ഉണ്ടാവോ? ഇത് എക്സും ഇത് മൊത്തം സ്ട്രിങ്ങിൻ്റെ നീളതാണെങ്കിലേ L-x ഉണ്ടാകുമെന്നുള്ള അസംപ്ഷൻ നമ്മൾ എടുക്കുന്നു. കാരണം ഈ കപ്പീരെ പൊഴിക്കോടെ പോണ കുറച്ച് നീളത്തെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യണില്ലേ, നിസ്സാരം, ആ നിസ്സാരമൊക്കെ പൊക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് L-x എടുക്കാം. അങ്ങനെയാണെങ്കിൽ L-xൻ്റെ സ്ക്വയർ ഡോട്ടിൻ്റെ സ്ക്വയർ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അല്ലേ. അപ്പോൾ അത് കിട്ടി ആ ഇക്വേഷൻ. എൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ 0 അല്ലേ, അപ്പോൾ ഹാഫ് ഇൻറ്റു M1 + M2 ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദിസ് സിസ്റ്റം. എന്താ സിസ്റ്റം എന്ന് പറയുന്നത്? 2 മാസമുണ്ട്, 1 മാസം മാത്രമല്ല, ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ മറ്റേത് ഇങ്ങോട്ട് വരുന്നു, അതങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആറ്റിറ്റ്യൂഡിൻ്റെ മനോധർമ്മം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കും. അപ്പോൾ ആ തട്ടി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്തു ആയിക്കോട്ടെ, കൈനറ്റിക് എനർജി നമ്മൾ ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, തിങ്ക് അബൌട്ട് ദ പൊട്ടൻഷ്യൽ എനർജി. എന്താ പൊട്ടൻഷ്യൽ എനർജി? ഞാൻ നേരത്തെ ഇവിടെ ബേസ് ഇട്ടുണ്ടേ, മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടേ. V = 0 എന്ന് പറയുന്നത് പുള്ളിയുടെ ആക്സിസിൻ്റെ ആ ഡയറക്ഷനിൽ വരുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന പൊട്ടൻഷ്യൽ എനർജികളെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കണ്ടേ. ഒന്നാമത്തെ മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? -M1Gx. രണ്ടാമത്തേൻ്റെ ആണെങ്കിലോ -M2G ഇൻറ്റു L-x. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ. എല്ലാ സൂത്രപ്പണി ചെയ്യാൻ പറ്റുമോ? അതിനെ കൂട്ടാനോ കുറയ്ക്കാനൊക്കെ പറ്റുമോ? ഒന്നും പറ്റില്ല, അവിടെ കിടക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപോകാം. T-V ഡിഫറൻസിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. ഒരു മാനിപ്പുലേഷൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടിരിക്കാം T-V. അപ്പോൾ ഇതെല്ലാം പ്ലസ് ആവും അല്ലേ. M1Gx + M2G ഇൻറ്റു L-x. ദിസ് ഈസ് ദ ലഗ്രാഞ്ചിയൻ ഓഫ് ദിസ് സിസ്റ്റം. ഏത് സിസ്റ്റം? മഹാൻ്റെ സിസ്റ്റം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മഹാൻ്റെ യന്ത്രത്തിൻ്റെ സിസ്റ്റം. ആ യന്ത്രത്തിൽ ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ∂L/∂x. ∂L/∂x ഡോട്ട് ഇത് രണ്ടും കണ്ടുപിടിക്കണം. ∂L/∂x ഡോട്ട് ആദ്യം കണ്ടുപിടിച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ടൂം വെട്ടിപ്പോയി M1 + M2 ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എന്ന് കിട്ടി അല്ലേ, എക്സ് ഡോട്ട് എന്ന് കിട്ടി അല്ലേ. എക്സ് ഡോട്ടിന് ബേസ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇവിടെയോ ഈ ടേമിന് എക്സ് ഡോട്ട് ഇല്ലാത്തതുകൊണ്ട് അതിന് 0 എന്ന് കിട്ടി, അപ്പോൾ +0 പോയി. ∂L/∂x ആണെങ്കിലോ ഇത് എക്സ് ഡോട്ടിൻ്റെ ടേമല്ല, അപ്പോൾ അത് പോയി. ഇവിടെ വരുമ്പോഴോ M1G, ഇവിടെ M2G, ഒരു മൈനസ് ഇല്ലേ, അപ്പോൾ ഏതാ മൈനസ് വരിക? M1 - M2. അപ്പോൾ M1 - M2 ഇൻറ്റു G, M1 - M2 ഇൻറ്റു G കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലെറ്റ് മീ റൈറ്റ് ദ ഇക്വേഷൻ വൺസ് അഗെയിൻ. d/dt ഓഫ് ∂L/ here the generalized coordinate we take it as x only. Therefore ∂L/∂x only one general Lagrangian equation. അപ്പോൾ സിഗ്മയുടെ ആവശ്യമില്ലല്ലോ.
there is only one Lagrangian equation. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് മാത്രമായി. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, ഡി ബൈ ഡി ടി ഓഫ് ദിസ് m1 plus m2 into x dot minus this m1 minus m2 into g equal to 0, or m1 plus m2 into x double dot minus m1 minus m2 into g equal to 0, or x double dot equal to m1 minus m2 into g by m1 plus m2. എന്ത് കിട്ടി? ഇക്വേഷൻ ഓഫ് മോഷൻ ഡെവലപ്പ് ചെയ്യാൻ പോയി. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാക്കൽ മാത്രമല്ല കിട്ടിയത്, അതിൽ നിന്ന് ആക്സിലറേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു. ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഏത് പാർട്ടിക്കിൾ? രണ്ടിൻ്റെയും m1 അങ്ങോട്ട് പോവും, m2 ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇതിന് വരുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷനാണ്. കാരണം പുള്ളിയുമ ഒരു ചരടമ്മ കെട്ടി തൂക്കിയിട്ട് അങ്ങോട്ട് തട്ടി കളിക്കുക ചെയ്തത്. ആ തട്ടി കളിച്ച സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ മാസ് ഡിഫറൻസ്. ഇത് രണ്ടും ഈക്വൽ ആയാലോ ആക്സിലറേഷൻ അവിടെ നിൽക്കും. അപ്പോൾ ഒരെണ്ണത്തിനും വലുതാക്കി വെച്ചു എന്ന് വിചാരിക്കുക. m1 വലുതാക്കി വെച്ചാലേ ഇതായിട്ട് വരും, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഇത് വരുള്ളൂ. അങ്ങോട്ട് ഉന്തി വിട്ടു, ഉന്തി അവനെ മുകളിൽ ആക്കി വിട്ടു. അപ്പോൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. വാട്ട് ഈസ് ദ സിസ്റ്റം? ദ അറ്റൂഡ്സ് മെഷീൻ. ഈ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കണോ, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹൗ ആക്സിലറേഷൻ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എക്സ് ഡോട്ട് ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു ജി ബൈ m1 പ്ലസ് m2. ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജി ടി എന്ന് കിട്ടിയില്ലേ, പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആ കോൺസ്റ്റൻറ്റ് നമുക്ക് സി എന്ന് പറഞ്ഞാൽ C1 എന്ന് എഴുതി. ഇനിയും കോൺസ്റ്റൻറ്റുകൾ ഇങ്ങനെ തുരുതുരാ വരും. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇനീഷ്യൽ കേസ് ഒന്ന് ഞാൻ കൺസിഡർ ചെയ്യണം. അറ്റ് ടി ഈക്വൽ ടു 0 വെലോസിറ്റിയെ ഞാൻ വാച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ 0 പോട്ടെ. ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ V0 എന്ന് എഴുതുന്നു. V0 എന്ന് എഴുതിയാൽ x0 ഈക്വൽ ടു, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ x0 ഈക്വൽ ടു V0 ഈക്വൽ ടു C1 എന്ന് കിട്ടി. ഓർ x ഡോട്ട് ഈക്വൽ x0 അല്ല കേട്ടോ, x ഡോട്ട് ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു ജി t by m1 plus m2 plus v0. This is the velocity of the particle. The velocity of the particle at any moment, it is v0 plus this. Okay, അത് അടിയിൽ വരയ്ക്കാം. ഇതാണ് അതിൻ്റെ വെലോസിറ്റി അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? ഈ വെലോസിറ്റിയെ ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു? എക്സ് ഡോട്ടിന് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എക്സ് എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ബൈ 2 എന്നായില്ലേ. m1 മൈനസ് m2 ഇൻറ്റു ജി ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ v0t. ഇനി കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ചേർക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെയല്ലേ. ഒന്നാമത്തെ തുടങ്ങി 2 C2 എന്ന് പറഞ്ഞ് എഴുതി. ആ C2വിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന സൂത്രമുള്ളൂ. ഇനീഷ്യൽ കേസിൽ അറ്റ് ടി ഈക്വൽ ടു 0 എന്ത് സംഭവിക്കുന്നു? അറ്റ് ടി ഈക്വൽ ടു 0 ദ ഡിസ്പ്ലേസ്മെൻറ്റ് ലെറ്റ് ഇറ്റ് ബി x0. ഒറിജിൻ ആണെങ്കിൽ 0 എന്ന് കിട്ടി. അല്ല, ഞാനൊരു വാല്യൂ കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ C2 ഈക്വൽ ടു എക്സ് ഡോട്ട് എന്ന് കിട്ടി. ഓർ എക്സ് ഡോട്ട് അല്ല x0. എക്സ് ഈക്വൽ ടു x0
പ്ലസ് V0 ഇൻറ്റു ടി പ്ലസ് m1 മൈനസ് m2 ഇൻറ്റു GT സ്ക്വയർ ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഇങ്ങനെ ഒരു അറ്റൂട്ട്സ് മെഷീൻ്റെ മാസിൻ്റെ പൊസിഷനോ അതിൻ്റെ വെലോസിറ്റിയോ അതിൻ്റെ ആക്സലറേഷനോ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം. എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ഫ്രം ദ ബേസ്, ഫ്രം ദ ഫേമസ് ലെഗ്രാഞ്ചിയൻ ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ നേരത്തെ വരച്ച അറ്റൂട്ട്സ് മെഷീൻ്റെ ഏത് സമയത്തുള്ള മാസുകളോ അല്ല ഏത് സമയത്തുള്ള ആക്സലറേഷനോ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ആക്സലറേഷൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് അതിൽ ജി ഉണ്ട്, ക്വൈറ്റ് നാച്ചുറൽ, കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് അദ്ദേഹം ജിയുടെ വാല്യൂ പല പ്ലേസുകളിലാണ്, അത് UK യിലായിക്കോട്ടെ, വാഷിങ്ടണിലായിക്കോട്ടെ, റഷ്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചൈനയിലായിക്കോട്ടെ, എവിടെയും കൊണ്ടുപോയി അത് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച വാല്യൂവിലുള്ള വ്യത്യാസങ്ങൾ അതിന് ബേസ് ചെയ്താണ് നമ്മൾ ജിയുടെ വാല്യൂ ഓൾമോസ്റ്റ് 9.8 ആണ് ഇന്ത്യയിലെന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ളതല്ല, അതിൽ നിന്ന് സ്ലൈറ്റ് ഡിഫറെൻ്റ് ആണ് സ്റ്റേറ്റ്സിൽ. അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ട് വരാം. എനിവേ ദ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്, യു ഹാവ് ടു നോ ദ ഹിസ്റ്റോറിക് importance of Atwood's machine. From that machine we first calculated, the scientific community first calculated the value, the exact value of the acceleration due to gravity. Anyway, we are not bothering about that aspect. We bother about the deduction of the equation. എവിടുന്ന് ഡെഡ്യൂസ് ചെയ്യുന്നു? ലെഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ കൊണ്ടുവരാൻ സാധിക്കുന്ന ഇക്വേഷനാണ് ഈ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ. അത് തന്നെയാണ് നമുക്ക് ഏത് സിസ്റ്റത്തിലും ഒരുപാട് കേസുകൾ നമ്മളെടുത്ത് എത്ര വളച്ച് കൊണ്ടുപോകുന്നോട്ടെ, എത്ര എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, പ്രോബ്ലംസ് ആയിക്കോട്ടെ, വി ക്യാൻ ഡു ബിക്കോസ് വി ഹാവ് ദ കോൺഫിഡൻസ്. Confidence means we know the equation Lagrangian, d by dt of dou L by dou qj dot minus dou L by dou qj equal to 0, provided the value of L is given. എല്ലിൻ്റെ ഗിവണായിക്കോളം നിർബന്ധമൊന്നുമില്ല. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കിട്ടിയാൽ പോലും നമ്മളതിൽ നിന്ന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പിക്ചർ നരേഷൻ കിട്ടിയാൽ മതി. വി ഡെഡ്യൂസ് ദ കൈനറ്റിക് എനർജി, വി ഡെഡ്യൂസ് ദ പൊട്ടൻഷ്യൽ എനർജി, ദെൻ വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ്. വി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, വി ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഓർ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ദെൻ ഫൈൻഡ് ഔട്ട്, ദെൻ സിംപ്ലിഫൈ, ദെൻ ലാസ്റ്റ് വന്നിട്ട് അടിയിൽ 2 വരെ വരയ്ക്കും. ഇതുപോലെ ഓരോ കേസ് നമുക്ക് കൊണ്ടുവരാം. പ്രൊവൈഡഡ് ദ ബേസ് വി നോ. അടുത്ത പാർട്ടുകളിലേക്ക് നമുക്ക് ഇതിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ ലെഗ്രാഞ്ചിയൻ ഇക്വേഷനും അതിനെ ബേസ് ചെയ്തുള്ള സാമ്പിൾസും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ലെഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്താണ്. ലെഗ്രാഞ്ചിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം L equal to T-V. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത്, നമ്മൾ പണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അലംബ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ആലംബേഴ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ആ പ്രിൻസിപ്പിളിൻ്റെ മോഡിഫിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു. സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ 2 കണ്ടീഷൻസ് കൊണ്ടുവന്നിരുന്നു. ഈക്വൽ ടു QJ എന്ന് ഒരിക്കൽ നമ്മൾ പറഞ്ഞു. റൈറ്റ് സൈഡ് ഈസ് QJ ദ ജനറലൈസ്ഡ് ഫോഴ്സ്. ഇറ്റ് ഈസ് വാലിഡ് ഫോർ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ആസ് വെൽ ആസ് നോൺ കൺസർവേറ്റീവ്. If it is only, if we are restricting to the conservative force, then the generalized force can be modified in terms of the potential energy, negative gradient of the potential energy. Then the final form, we get the final form. But this final form is applicable only for the conservative forces or conservative systems. Okay? അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ബൈ.